ഓക്കെ, അപ്പോൾ നോക്കുക, ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ആണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്ത സെക്കൻഡ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് നോക്കുക, അതിൽ വെൻ എ കോൺട്രാക്ട് ഫ്യൂച്ചർ പ്രൈസ് ഈസ് എ ഹയർ ദാൻ കാൽക്കുലേറ്റഡ് പ്രൈസ്, ക്യാഷ് പ്രൈസ് ക്യാരി ആർബിട്രേജ് ഒക്കേഴ്സ്. In such a situation, market participant borrows money, buys goods or asset today for a cash, sells a future contract, carries the goods of a expiration of the contract എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫ്യൂച്ചർ വിലയേക്കാൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത പ്രൈസ് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വിലയേക്കാൾ കൂടുതലാണെങ്കിൽ ഇവിടെ ക്യാഷ് ആൻഡ് ക്യാരി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ആർബിട്രേജ് അവിടെ പോസിബിൾ ആകുന്നു എന്നുള്ളതാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വില കൂടുതലാണ്, അതിനേക്കാൾ കൂടുതൽ ഫ്യൂച്ചർ വിലയേക്കാൾ കൂടുതലാണെങ്കിൽ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട വിലയേക്കാൾ കാൽക്കുലേറ്റഡ് ഫ്യൂച്ചർ പ്രൈസ് കൂടുതലാണ്, ഹയർ ആണെങ്കിൽ അവിടെ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് ഒക്കെയർ ആകുന്നുണ്ട്. എന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ നമ്മൾ ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുമ്പോൾ അണ്ടർലൈൻ അസറ്റ്സുകൾ ഇല്ല എന്നുള്ളതാണ്. ഷോർട്ട് സെല്ലിംഗ് ആണ് നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കടം മേടിച്ചിട്ട് ബോറോ ചെയ്തിട്ട് ലോൺ എടുത്തിട്ട് നമ്മൾ അണ്ടർലൈൻ അസറ്റ് വാങ്ങിക്കുന്നു. ടുഡേ പ്രൈസിൽ തന്നെ അണ്ടർലൈൻ അസറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു എക്സ്പയറേഷൻ ഡേറ്റിൽ അതിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും ബോറോ ചെയ്തിട്ട് അണ്ടർലൈൻ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസ് ചെയ്തതിന് ശേഷം ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സ്പിറേഷൻ ഡേറ്റിൻ്റെ മുമ്പേ അല്ലെങ്കിൽ ആ സമയത്ത് അണ്ടർലൈൻ അസറ്റ്സുകൾ ആളെ കയ്യിൽ ആദ്യമല്ല, പണം ലോൺ എടുത്ത് കൊണ്ട് ഫണ്ട് എവിടുന്നേലും ബാങ്കിൽ നിന്നോ മറ്റെവിടുന്നൊക്കെ കടം മേടിച്ചിട്ട് ആൾ അണ്ടർലൈൻ അസറ്റ്സ് പർച്ചേസ് ചെയ്തിട്ട് ആ സമയത്ത് തന്നെ പിന്നെ എന്ത് ചെയ്യുന്നു, എക്സ്പിറേഷൻ ഡേറ്റിൻ്റെ ആ സമയത്ത് അതിന് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ക്യാരി ആർബിട്രേജ് പ്രോഫിറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നോൺ ആർബിട്രേജ് മോഡൽ എന്ന് പറയാം. ഇവിടെ ആർബിട്രേജുമാർ കൂടുതലായിട്ട് പ്രോസസ്സിങ് നടത്തുന്നുണ്ട്. കാരണം അവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജിൽ ഉള്ളത്. അപ്പോൾ ഒരു മാർക്കറ്റിൽ പാർട്ടിസിപ്പൻസ് എന്ത് ചെയ്യാണ്, മണി ബോറോ ചെയ്ത് അണ്ടർലൈൻ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. എന്നിട്ട് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യപ്പെടുന്നു. ഒരു സ്പെസിഫൈഡ് പീരിയഡിനുള്ളിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവർ സെല്ല് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ആ എക്സ്പയറി ഡേറ്റ് വരെ നമ്മളത് ക്യാരി ചെയ്യണം. അല്ലാതെ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല അതൊക്കെ, പക്ഷേ ബോറോ ചെയ്തിട്ട് നമ്മളത് അണ്ടർലൈൻ അസറ്റ് ക്യാരി ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യപ്പെടുകയും വേണം. അപ്പോഴുള്ളൂ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, പ്രോഫിറ്റ് ഏൺ ചെയ്യാനും ആർബിട്രേജ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. അപ്പോൾ രണ്ട് മാർക്കറ്റിൽ അൺഈക്വലായിട്ട് വരുമ്പോൾ ആർബിട്രേജ് അവിടെ സ്വാഭാവികമായിട്ടും വരും അല്ലേ. രണ്ട് മാർക്കറ്റുകളിൽ അൺഈക്വലായിട്ട് വരിക, അങ്ങനെ തന്നെയല്ലേ. ആർബിട്രേജ് പറഞ്ഞാൽ ആരാണ്, ലോവർ പ്രൈസിലുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഹയർ പ്രൈസിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്ന ആളല്ലേ ആർബിട്രേജേഴ്സ്. അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, രണ്ട് മാർക്കറ്റിൽ അൺഈക്വൽ പ്രൈസ് ഉണ്ടാകുമ്പോഴാണല്ലോ. സോ അവിടെ നമ്മൾ ആർബിട്രേജ് വരുന്നു, അവർ പണം ഏൺ ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മീനിങ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അസംഷൻസുകളാണ്. അസംഷൻസ് പറഞ്ഞിട്ടുള്ളത് അണ്ടർലൈൻ അസറ്റ് ഈസ് എ അവൈലബിൾ ഇൻ എ അബണ്ടൻസ് ഇൻ ക്യാഷ് മാർക്കറ്റ്.
നമുക്ക് ക്യാഷ് മാർക്കറ്റിൽ എന്താണ് അബണ്ടൻ്റ് ആയിട്ട് ഇത് അവൈലബിൾ ആണ്. കാരണം അണ്ടർലൈൻ അസറ്റ്സ് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ദർ ഈസ് എ നോ സീസണൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ അണ്ടർലൈൻ അസറ്റ്. അഥവാ അണ്ടർലൈൻ അസറ്റുകളിൽ എന്താണ് ഇതൊരു സീസണൽ ഡിമാൻഡോ സപ്ലൈയോ ഒന്നും അല്ല അണ്ടർലൈൻ അസറ്റിൻ്റെ കേസിൽ. അങ്ങനെ സംഭവമല്ല. കാരണം ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ പോലും അവർ ആ പാർട്ടിസിപ്പൻ്റ് എന്ത് ചെയ്യുന്നു, ബോറോ മണി സ്വീകരിച്ചുകൊണ്ട് അവർ ഇന്നത്തെ വിലയിൽ എന്ത് ചെയ്യുന്നു, ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ആ ഒരു അസറ്റ് വാങ്ങിച്ച് എക്സ്പയറേഷൻ ഡേറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അത് സെല്ല് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ സ്റ്റോറബിലിറ്റി ഓഫ് അണ്ടർലൈൻ അസറ്റ് നോട്ട് എ പ്രോബ്ലം. അതൊരു പ്രോബ്ലം അല്ല. കാരണം അസറ്റ് നമ്മൾ ക്യാരബിൾ ആയിട്ട് തന്നെ ചെയ്യുന്നത്. ദെൻ അതുപോലെ അണ്ടർലൈൻ അസറ്റ് ക്യാൻ ബി സോൾഡ് ഷോർട്ട് സെല്ലാണ് ഇവിടെ നടക്കുന്നത്. ഷോർട്ട് സെല്ലെന്ന് മനസ്സിലായല്ലോ കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെക്കണേ. ദെൻ നെക്സ്റ്റ് ദർ ഇസ് എ നോ ട്രാൻസാക്ഷൻ കോസ്റ്റ്, നോ ടാക്സ് ആർ അപ്ലിക്കബിൾ, ദർ ഇസ് എ നോ മാർജിൻ റിക്വയർമെൻറ്റ്സ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ അസംഷൻസുകളായിട്ട് പറയുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. എക്സാമ്പിൾ എന്താണ് നോക്കുക. ഗോൾഡിൻ്റെ കാര്യത്തിലാണ്. ഒന്നുമില്ല, എത്രയേ ഉള്ളൂ. നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഇത്രയേ ഉള്ളൂ. 20,000 രൂപയ്ക്ക് ഇപ്പോൾ 10 ഗ്രാമിന് 20,000 രൂപ വെച്ചിട്ട് എന്തുണ്ട് ഒരു ഫിനാൻഷ്യൽ കോസ്റ്റ് അല്ലേ വെച്ചിട്ട് കോൺട്രാക്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആ സ്റ്റോറേജ്, ഇൻഷുറൻസ് കോസ്റ്റും അങ്ങനെയൊക്കെ ഉള്ളതായിട്ട് അങ്ങനെയൊക്കെ എന്താണ് 500 രൂപ ആണ് പെർ 10 ഗ്രാമിന് 500 രൂപ. അപ്പോൾ 10 ഗ്രാം തന്നെയാണ് അവിടെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? ഒന്ന് ഫ്യൂച്ചർ പ്രൈസ് എത്രയായിരിക്കും? 20,000 പ്ലസ് 500 അല്ലേ, 25,000 രൂപയായിരിക്കും ഇതിനുണ്ടാവുക. ഇനി 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് ട്രേഡ് നടത്തിയപ്പോൾ 20,800 രൂപയായിട്ട് മാറി. അപ്പോൾ അവിടെ 300 രൂപ എന്താണ് ലാഭമാണ് കിട്ടിയത്. അത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ലാഭം കിട്ടിയത് അല്ലെങ്കിൽ ആർബിട്രേജ് അവിടെ വന്നിട്ടുണ്ടാവും, അവർ കളിച്ചിട്ടുണ്ടാവും, അവർക്ക് 300 രൂപ ലാഭം കിട്ടി എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത്രയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഇവിടെ വരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ. അതാണ് നിങ്ങൾ ഏറെ മനസ്സിലാക്കേണ്ടത്. ഹയർ എമൗണ്ടിന് വെച്ച് നമ്മൾ വാങ്ങിച്ചിട്ട് ലോവർ എമൗണ്ടിന് വാങ്ങിച്ചിട്ട് ഹയർ എമൗണ്ടിന് വിൽക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അതാണ് ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജിൽ ഉദ്ദേശിക്കുന്നതാണ്. അതാണ് കേട്ടോ ലോ പ്രൈസിൽ വാങ്ങിച്ച് ഹയർ എമൗണ്ടിൽ വിൽക്കുക. അതാണല്ലോ ആർബിട്രേജ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ക്യാഷ് ഇല്ലെങ്കിലും നമ്മൾ ബോറോ ചെയ്ത് വാങ്ങുന്നു, എന്നിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിലെ സ്റ്റെപ്സ് ഇനി പറയാണ്ട് അത് സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറ്റ് ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ കോൺട്രാക്റ്റിൻ്റെ സമയത്ത് കേട്ടോ ബോറോ പണം നമ്മൾ കടം വാങ്ങുന്നു, അസറ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ദെൻ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്നു. ഇത്രയാണ് എവിടെ എന്ന് നടക്കുന്നത്? അറ്റ് ഡേറ്റ് ഓഫ് കോൺട്രാക്റ്റിൽ. ഓക്കെ, ഇനി അറ്റ് മെച്യൂരിറ്റി ഡേറ്റിൽ എന്താ നടക്കുന്നത് നോക്കാം. ഈ ഡെലിവറി അസറ്റോ കമ്മോഡിറ്റിയോ നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനെതിരെ ഡെലിവറി നടത്തുന്നു. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു. ആ ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ കടം മേടിച്ച ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പേ ഓഫ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ആ ഒരു പ്രോസസ്സ് തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക കേട്ടോ. അറ്റ് ദ ഡേറ്റിലും മെച്യൂരിറ്റിയിൽ പറയുന്നത് ഡെലിവറി അറ്റ് ദ അസറ്റ് ഓർ കമ്മോഡിറ്റി അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ദെൻ റിസീവ് ആ എമൗണ്ട് നമ്മൾ സ്വീകരിക്കുന്നു. ദെൻ അതുപോലെ നമ്മൾ ലോണ് അടക്കുന്നു. അപ്പം നമ്മൾ കടം വീടിയില്ലേ 300 രൂപ നമുക്ക് ലാഭം കിട്ടും. അതാണ് കേട്ടോ. ക്ലിയർ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് റിവേഴ്സ് ആൻഡ് ക്യാഷ് ക്യാരി ആർബിട്രേജ് ആണ് കേട്ടോ. റിവേഴ്സ് ആൻഡ് ക്യാഷ് ക്യാരി ആർബിട്രേജ്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്തത്? വാങ്ങിയല്ലേ ചെയ്തത്. ഇവിടെ നേരെ തിരിച്ച് എന്താണ്? വിറ്റതിന് ശേഷം പിന്നെ റീപർച്ചേസ് ചെയ്തു. അതാണ് എന്തറിയുന്നത്? റിവേഴ്സ് ക്യാഷ് ആൻഡ് ക്യാരിയിൽ അറിയുന്നത്. ഇവിടെ നേരെ തിരിച്ചാവും. കോൺട്രാക്റ്റഡ് പ്രൈസിനെക്കാട്ടിലും കാൽക്കുലേറ്റഡ് ചെയ്ത വില കുറവായിരിക്കും. മറ്റേ കാൽക്കുലേറ്റ് ചെയ്ത വില കൂടുതലല്ലേ പറഞ്ഞത്? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത വില കുറവാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിന് നേരെ നമ്മുടെ ക്യാഷ് ആൻഡ് ക്യാരി ആർബിട്രേജ് പറഞ്ഞ നേരെ ഓപ്പോസിറ്റ്. കയ്യിലുള്ള കമ്മോഡിറ്റി, നമ്മളത് കയ്യിൽ കമ്മോഡിറ്റി ഉണ്ടാവും. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം വിൽക്കുക ചെയ്യുന്നത്.
ആ വിറ്റ എമൗണ്ട് നമ്മൾ കമ്മോഡിറ്റി നമ്മളെ കയ്യിലുണ്ട്, അത് നമ്മൾ വിൽക്കുന്നു. അപ്പം നമുക്ക് ക്യാഷ് കിട്ടും. ആ ക്യാഷ് നമ്മൾ ക്യാരി ചെയ്യുന്നു. ആ ക്യാഷ് കൊണ്ട് വീണ്ടും നമ്മൾ ലേറ്റർ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അസറ്റിനെ വീണ്ടും നമ്മൾ റീപർച്ചേസ് ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ലാഭം കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ലാഭം പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഹയറായിട്ട് നമ്മൾ കമ്മോഡിറ്റി കയ്യിലുണ്ടല്ലോ, അപ്പോൾ അതിന് ഹയർ പ്രൈസ് കിട്ടുന്ന മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ വിൽക്കും. എന്നിട്ട് നമ്മൾക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മോഡിറ്റി നമ്മൾ വാങ്ങുന്നു കേട്ടോ. നമ്മളെ കയ്യിലുള്ളത് നമ്മൾ വിൽക്കുന്നു, ദെൻ അതിനുശേഷം റീപർച്ചേസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇവിടെയും നമുക്ക് എന്താണ് ഷോർട്ട് സെല്ലിങ് തന്നെയാണ് നടക്കുന്നത്. അറ്റ് ദ എമൗണ്ട് ഓഫ് സെയിൽസ് പ്രൊസീഡ്സ് ആയിട്ട് കേട്ടോ. ദെൻ മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മളത് കീപ്പ് ചെയ്ത് വെക്കുന്നു. ആ ക്യാഷ് നമ്മൾ ചിലപ്പോൾ മെച്യൂരിറ്റി പീരീഡ് വരെ കീപ്പ് ചെയ്യേണ്ടി വരും. നേരത്തെ നമ്മൾ കമ്മോഡിറ്റി കീപ്പ് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ക്യാഷ് കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് മെച്യൂരിറ്റി ഡേറ്റ് വരെ. അതിനുശേഷം നമ്മൾ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യുകയുള്ളൂ. ഇവിടെയും ഷോർട്ട് സെല്ലിങ്ങിന് കമ്മിറ്റ്മെൻറ്റാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്, ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ള എക്സാമൊന്നും അല്ല, ഒന്ന് വായിച്ചാൽ മനസ്സിലാവുന്ന തന്നെയേ ഉള്ളൂ. സെൽ പ്രൊസീഡ് സ്പോട്ട് പ്രൈസ് 3500. അതിൽ 3500 നമ്മൾ 6% ഇൻട്രസ്റ്റ് ആണ്. ആ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ സ്റ്റോറേജ് കോസ്റ്റും ഉണ്ട്, അത് നമ്മൾ സേവ് ആക്കിയിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് 35,457.50 രൂപ കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് 3535 രൂപയാണ് അല്ലേ. അപ്പോൾ ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടിലും എന്താണ് നമ്മുടെ കാൽക്കുലേറ്റ് ചെയ്ത വില കൂടുതലല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 12.50 രൂപ നമ്മൾ ആർബിട്രേജ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അത് ആ രീതിയിൽ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണത്. ദെൻ അതുപോലെ ഇവിടെയും ഷോർട്ട് സെല്ലിങ് കമ്മിറ്റാണ്. ദെൻ അതുപോലെ ഷോർട്ട് സെല്ലിങ് എന്ന് നമുക്കിതിനെ പറയാനും സാധിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താ, ബോറോ ദ അസറ്റ് ആൻഡ് സെൽ ദ സ്പോട്ട്. അസറ്റ് നമ്മൾ കടം മേടിച്ച് ഈ അസറ്റ് എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു. ദെൻ അതുപോലെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ പ്രൊസീഡ്സുകൾ നടക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ ഫ്യൂച്ചർ പ്രൈസിൽ അസറ്റ് ബൈ ചെയ്യുന്നു. ദെൻ മെച്യൂരിറ്റി പീരീഡ് വരെ നമ്മൾ അതിനെ ക്യാരി ചെയ്യുന്നു. എന്നിട്ട് അതിന് ശേഷം നമ്മൾ വിറ്റിട്ട് ലോണ് റീപേയ്മെൻറ്റ് ചെയ്യുന്നു. ഇതന്നെയാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. നേരെ തിരിച്ചിട്ട് കേട്ടോ. ബോറോ ചെയ്യുന്ന മണി കൊണ്ട് ബൈ ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുന്നു, സെല്ല് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, ഇത്രയാണ് അതിൽ പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ഒരു കമ്പാരിസനാണ്. കമ്പാരിസണിൽ നോക്കാം. ക്യാഷ് ആൻഡ് ക്യാരി സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുള്ളത് ബോറോ ഫണ്ട് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ്. നമ്മൾ സ്പോട്ട് പ്രൈസും ബോറോ ചെയ്യുന്ന ഫണ്ടും എന്താണ്, ഈക്വലാണ് അല്ലേ. മറ്റേതിൽ പറഞ്ഞിട്ടുള്ളത് ലെൻഡ് ഫണ്ട് ഔട്ട് ഓഫ് സെയിൽ പ്രൊസീഡ്സാണ്. നമ്മൾ ഫണ്ട് പോയത് എന്താണ്, സെയിൽ ചെയ്ത് കിട്ടിയ ഫണ്ടാണ് കേട്ടോ. കാരണം നമ്മൾ വിൽക്കുകയാണല്ലോ ചെയ്യുന്നത് ഫസ്റ്റിൽ. ദെൻ ക്യാഷ് ആൻഡ് ക്യാരിയിൽ രണ്ടാമത്തിൽ പറഞ്ഞിട്ടുള്ളത് ബൈ ആൻഡ് സെൽ ആൻഡ് സ്റ്റോർ. ബൈ ആൻഡ് സെൽ സ്റ്റോറാണ്. മീൻസ് എന്താണ്, അസറ്റ്സുകൾ നമ്മൾ ബൈ ചെയ്യുന്നത് അല്ലേ, എന്നിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. മറ്റേതിലോ സെൽ അസറ്റ് ആൻഡ് ലെൻഡ് ദ സെയിൽ പ്രൊസീഡ്സ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, സെൽ പ്രൊസീഡ്സിലൂടെയാണ് നമ്മൾ, അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ, നമ്മൾ വീണ്ടും നമ്മൾ റീപർച്ചേസ് ചെയ്യുകയാണല്ലോ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് സെല്ല് ദ ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. ദെൻ അതിന് ശേഷം നമ്മൾ റിവേഴ്സിലാണെങ്കിലോ ബൈ ആണ്, വീണ്ടും നമ്മൾ ബൈ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഡെലിവറി എഗെയിൻസ്റ്റ് ഫ്യൂച്ചറാണ്. അഥവാ നമ്മൾ ഫ്യൂച്ചറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത്. ദെൻ ആക്സെപ്റ്റ് ഡെലിവറിയാണ്. കാരണം നമ്മൾ എക്സ്പെക്റ്റേഷൻ ഡേറ്റിൻ്റെ അന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിന് നമ്മൾ വാങ്ങിക്കുക ചെയ്യുന്നത്, ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അസംഷൻസുകളായിട്ട് പറയുന്നത് ദർ ആർ എ കോസ്റ്റ് ട്രാൻസാക്ഷൻ കോസ്റ്റ്, അൺഈക്വൽ ബോറോയിങ് ആൻഡ് ലെൻഡിങ് റേറ്റ്സ്. അൺഈക്വൽ ആണ്, കാരണം ഈക്വൽ അല്ലല്ലോ, അൺഈക്വൽ ആയിട്ടാണ്
സോറി ഒരു മിനിറ്റ് കേട്ടോ. ഇതിലെ നെക്സ്റ്റ് ഹെഡിങ് ആണ് ഇംപെർഫെക്റ്റ് മാർക്കറ്റ്. ഇംപെർഫെക്റ്റ് മാർക്കറ്റിലല്ലേ? അടുത്ത ക്ലാസ് ഉണ്ട്. ഓക്കെ നെക്സ്റ്റ് പറയാം.